ഹായ്, കഥ കേൾക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു വീട്ടിലെ ഒരപ്പൻ്റെ രണ്ട് മക്കളുടെയും തമ്മിലുള്ള കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മക്കളുടെ വീട്ടിൽ നമ്മളൊരു വീടെന്ന് പറയുമ്പോൾ വീടിനകത്ത് ഒരു പിതാവുണ്ടാവും, ഒരു മാതാവുണ്ടാവും, ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ മക്കളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ കൂടിച്ചേരുന്ന അവർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തിന്, അവർ താമസിക്കുന്ന ആ ബിൽഡിങ്ങിനാണ് നമ്മൾ പറയുന്നത് വീടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട്, വളരെ പണ്ട് ഒരു ദേശത്ത് രണ്ട് മക്കളുള്ള ഒരു പിതാവുണ്ടായിരുന്നു. ആരുണ്ടായിരുന്നേ? രണ്ട് മക്കളുള്ള ഒരു പിതാവുണ്ടായിരുന്നു. അപ്പോൾ ഈ മക്കളുടെ എണ്ണം കൂടുമ്പോൾ ആദ്യം ഉണ്ടായ ആളെ ചേട്ടനെന്നോ അല്ലെങ്കിൽ ചേച്ചിയെന്നോ, രണ്ടാമതുണ്ടായ ആളെ അനിയനെന്നോ അനിയത്തിയെന്നോ ആണ് സാധാരണ നമ്മൾ വീട്ടിൽ വിളിക്കുക. അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും ഇവരുടെ വീട്ടിലും ഈ ചേട്ടന്മാരുടെ വീട്ടിലും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ അനിയൻ ചെന്നിട്ട് ഈ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു. എന്താ പറഞ്ഞു പിതാവിൻ്റെ അടുത്തെന്ന് അറിയാമോ? അപ്പാ, ഈ വീട്ടിലെ എൻ്റെ പങ്ക് എനിക്കിങ്ങ് തന്നേക്കാമോ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചേ? ഈ വീട്ടിലുള്ളതിൽ എൻ്റെ പങ്ക്, അതായത് എനിക്ക് ലഭിക്കേണ്ട അപ്പൻ്റെ പങ്ക് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മക്കൾ ചിന്തിക്കണ്ടാവും ഈ പങ്കെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ചിന്തിക്കണ്ടോ? എന്താ പങ്കെന്ന് അറിയാമോ? പങ്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവിനും മാതാവിനും അവർക്കുള്ള കാര്യങ്ങളുടെ വീതം ആണ് നമ്മൾ പങ്കെന്ന് പറയുന്നത്. അതായത് ഒന്നും കൂടെ ഞാൻ സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്ക് ചിലപ്പോൾ വീടുണ്ടാവും, വാഹനം ഉണ്ടാവും, ചിലപ്പോൾ പണം ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തൊക്കെയുണ്ടോ അതിൻ്റെ അവകാശം ഈ മാതാപിതാക്കളുടെ കാലശേഷം അല്ലെങ്കിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള അവകാശം പകുതിയായിട്ട് എത്ര മക്കളുണ്ടോ അത്രയും പേർക്ക് കൊടുക്കുന്ന ആ പരിപാടിക്ക് പറയുന്നതാണ് പങ്ക് പിടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ അനിയൻ വന്നിട്ട് അപ്പൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ പങ്കെല്ലാം ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ എന്നാ ചെയ്തു എന്നറിയാമോ? സാധാരണഗതിയിൽ മക്കൾ ഇങ്ങനെ പോയി ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല പേരൻസ് അപ്പം തന്നെ കൊടുക്കും, ചിലവർ അവിടെ എനിക്കിപ്പോൾ അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് വിടും. അത് പിന്നെ പ്രശ്നങ്ങളാവും. പക്ഷെ ഇവിടുത്തെ ഈ അപ്പൻ നല്ല അപ്പനായിരുന്നു. അപ്പൻ എന്നാ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവൻ്റെ പങ്ക് എന്തായിരുന്നു ആ പങ്ക് ഈ മോൻ്റെ കയ്യിലോട്ട് മൊത്തം കൊടുത്തു. അപ്പോൾ ഈ മോന് പങ്കെല്ലാം കിട്ടി. പങ്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മോൻ എന്നാ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവൻ്റെ പങ്ക് മൊത്തം അവൻ കളക്ട് ചെയ്തു, മൊത്തം സ്വരൂപിച്ചിട്ട് അവൻ ദൂരദേശത്തോട്ട് പോയി. അവൻ്റെ കിട്ടാനുള്ള എല്ലാ സാധനവും എടുത്തുകൊണ്ട് അവൻ ഈ അപ്പൻ്റെ അടുത്തുനിന്ന് വീടൊക്കെ വിട്ട് വീട്ടിൽ നിന്ന് പോയി. അങ്ങനെ പോയി അവൻ ആ ചെന്ന സ്ഥലത്ത് നല്ല ലാവിഷായിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് സുഖിച്ച് ജീവിച്ചു. ഓക്കെ, കാരണം സുഖിച്ച് ജീവിക്കാമല്ലോ. എന്താ സുഖിച്ച് ജീവിക്കാൻ കാരണം? അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ പങ്ക്, അവൻ്റെ പങ്ക് അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ വേണ്ടത്ര കാശും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ആ പങ്കും വെച്ച് അവൻ സുഭിക്ഷമായിട്ട് ഇങ്ങനെ ജീവിച്ചു. സാധാരണഗതിയിൽ നമ്മുടെ കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടും, ഒത്തിരി ആൾക്കാരൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇവൻ നല്ല അടിപൊളിയായിട്ട് ജീവിച്ചു. അടിപൊളിയായിട്ട് ജീവിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം വരുന്നതോടെ ഈ കാശ് കുറഞ്ഞു വരിക. കാരണം ഇവൻ പണിയൊന്നും എടുക്കുന്നില്ല, അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാശ് മൊത്തം വെച്ചാണ് ഇവൻ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇവൻ അടിപൊളിയായിട്ട് ജീവിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലെ കാശ് മൊത്തം അങ്ങ് തീർന്നു, പങ്കൊക്കെ അങ്ങ് തീർന്നു. കയ്യിൽ കാശൊന്നും ഇല്ലാത്ത അവസ്ഥയായി. കാശില്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഭക്ഷണം കഴിക്കണ്ടേ, വിശക്കാൻ തുടങ്ങി, തിന്നാനൊന്നുമില്ല. അവസാനം അങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ജോലി തപ്പി പോയി അവസാനം പന്നികളെ മേയ്ക്കുന്ന ജോലി അവന് കിട്ടി. എന്ത് ജോലിയാണ് കിട്ടേ? പന്നികളെ മേയ്ക്കുന്ന. പന്നീനെ കണ്ടിട്ടുണ്ടോ? ഇംഗ്ലീഷിൽ നമ്മൾ പിഗ് എന്ന് പറയും. കണ്ടിട്ടുണ്ടോ പന്നീനെ? സോ ഈ പന്നികൾ ചെളിയിലൊക്കെയാണ് ജീവിക്കുക, ചെളിയായിട്ടുള്ള സാധനങ്ങൾ തിന്നുക, അങ്ങനെയുള്ളതൊക്കെയാണ് പന്നികൾ സാധാരണ തിന്നുന്നത്. അപ്പോൾ ഈ പന്നികളെ മേയ്ക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? ഈ രണ്ടാമത്തെ അപ്പൻ്റെ രണ്ടാമത്തെ മകൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്ന മോന?
അപ്പൻ്റെ കയ്യിൽ നിന്ന് എല്ലാ പങ്കും മേടിച്ച് നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മോൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവൻ പന്നികളുടെ കൂടെയാണ് നിൽക്കുന്നത്. അവന് തിന്നാനൊന്നുമില്ലാണ്ട് അവൻ എന്നാ ചെയ്യാൻ നോക്കിയെന്നറിയാമോ? ഈ പന്നികൾ കഴിക്കുന്ന ഭക്ഷണമുണ്ട്, പന്നികൾക്ക് കഴിക്കാൻ. നമ്മളിപ്പോൾ കോഴീനെയൊക്കെ വളർത്തുകയാണെങ്കിൽ കോഴിക്ക് കഴിക്കാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം ഫുഡൊക്കെ ഇട്ട് കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ പന്നി വളർത്തുന്നവർ പന്നിക്ക് തിന്നാൻ വേണ്ടിയുള്ള സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ ആ സാധനങ്ങൾ വെച്ച് അത് തിന്നാമെന്ന് അവൻ വിചാരിച്ചു. പക്ഷെ അതും നടന്നില്ല, അവൻ അതും കിട്ടിയില്ല, അവിടെയുള്ളവർ അതും സമ്മതിച്ചില്ല. അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അവൻ ആലോചിച്ചു, അവൻ്റെ മനസ്സിൽ അവൻ ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ അടുത്ത് എത്രമാത്രം ജോലിക്കാരുണ്ട്, എത്രമാത്രം ഭക്ഷണം അവിടെയുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണേ? എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ അപ്പൻ്റെ അടുത്ത് പോയി എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് ഞാൻ പോയി പറയാൻ പോവാ. ഞാൻ അപ്പനോടും സ്വർഗത്തോടും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഏറ്റു പറയാൻ പോവാ എന്നുള്ളത് അവൻ മനസ്സിൽ തീരുമാനിച്ചു. അങ്ങനെ അവൻ അത് മനസ്സിൽ തീരുമാനിച്ചിട്ട് അവൻ ഈ ജോലിയൊക്കെ വിട്ട് അവിടെ നിന്ന് അവൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ അവൻ പോയി അവസാനം വീടിൻ്റെ അടുത്തെത്തി. വീട്ടിലോട്ട് കയറുമ്പോൾ അപ്പൻ ദൂരേന്ന് കണ്ടു. ആരെ? ഈ മോനെ കണ്ടു. ഈ മോൻ വരുന്നത് അപ്പൻ ദൂരേന്ന് കണ്ടു. അപ്പന് ഭയങ്കര സന്തോഷമായി. കാരണം കുറേ കാലമായിട്ട് ഈ മോൻ അപ്പൻ്റെ വീട്ടിലില്ലാത്തതിൻ്റെ വിഷമം അപ്പനുണ്ട്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ടയേർഡായിട്ട് ഈ മോൻ അവിടെ കയറി വന്നിട്ട് അപ്പൻ്റെ കെട്ടിപ്പിടിച്ചു. മക്കൾ അപ്പനെ അമ്മേനെയും കെട്ടിപ്പിടിക്കാറുണ്ടോ? സ്നേഹം കൂടുമ്പോൾ അവരെ കാണാണ്ടായിട്ട് കുറേ ടൈം കഴിഞ്ഞ് കാണുമ്പോൾ അവർ ഓടിപ്പോയി കെട്ടിപ്പിടിക്കാറില്ലേ? ഇപ്പോൾ സ്കൂളിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് നമ്മളെ വിളിക്കാൻ വേണ്ടി അപ്പയോ അമ്മയോ വരുമ്പോൾ അവർ ഓടിപ്പോയി അപ്പാ അമ്മാന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാറുണ്ടോ? ഈ മോൻ ദൂരത്തുനിന്ന് വന്നത് കണ്ട് അപ്പൻ്റെ മനസ്സലിഞ്ഞ് അപ്പൻ അവനെ പോയി ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ കഴുത്തിലൊരു ഉമ്മ കൊടുത്തു. ഓക്കെ, അങ്ങനെ അപ്പോഴാണ് ഈ മോൻ പറയുന്നത്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, എനിക്ക് തെറ്റ് പറ്റിപ്പോയി അപ്പാ, അപ്പം എന്നോട് ക്ഷമിക്കണം അപ്പാ. ഇനി നിൻ്റെ മകനായിട്ട് ഇരിക്കാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. ഞാൻ ഇവിടുത്തെ ഈ എന്നെ ഒരു പണിക്കാരനായിട്ട് കൂട്ടിയിട്ട് ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ വേഗം ദാസന്മാരെ വിളിച്ചു, ആരാ അവിടെയുള്ള, വേഗം വന്നേ ഇവിടെ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ കാണാതെ പോയ എൻ്റെ മോൻ തിരിച്ചു വന്നിരിക്കുന്നു, നമ്മളിന്ന് ആനന്ദിക്കണം. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി ഒരു നല്ല വസ്ത്രം എടുത്തുകൊണ്ട് വന്ന് ഇവനെ ഉടുപ്പിക്കണം. അങ്ങനെ അവർ വസ്ത്രം എടുത്തുകൊണ്ട് വന്നു. അപ്പൻ അവനത് ഉടുപ്പിച്ചു. അവൻ്റെ കയ്യിൽ നല്ല ഒരു റിങ് ഇട്ടു, അവന് നല്ല ഒരു ചെരുപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഒരു കാളക്കുട്ടീനെ അറുത്ത് ഫുഡ് ഉണ്ടാക്കണം, നമുക്ക് ആനന്ദിക്കണം. എൻ്റെ കാണാതെ പോയ മകൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് മടങ്ങി വന്നിരിക്കുന്നു, വലിയ സന്തോഷം ഇന്ന് എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ അപ്പയും അമ്മയും ഒക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ? അപ്പ എപ്പോഴും എന്നെ ഉപദേശിക്കുക, അപ്പ എപ്പോഴും എന്നോട് അത് ചെയ്യാൻ പറയുക, അപ്പ എപ്പോഴും എനിക്ക് പണി ചെയ്യാൻ തരിക, അങ്ങനെ ഓരോന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് അങ്ങനെ പറയുന്നത് നമ്മളോട് അവർക്ക് നല്ല സ്നേഹമുള്ളത് കൊണ്ടാണ്, അവർക്ക് നമ്മളോട് കരുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ പിതാക്കന്മാരെ നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ അപ്പന്മാരെ നോക്കുമ്പോൾ അപ്പന്മാർക്ക് ഭയങ്കര കരുണയും മനസ്സലിവും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ മോൻ തിരിച്ചു വന്നപ്പോൾ വേണമെങ്കിൽ അപ്പന് പറയായിരുന്നു, നീ എല്ലാം മേടിച്ചുകൊണ്ട് പോയതല്ലേ, നീ ഇങ്ങോട്ട് വണ്ട എന്ന് വേണമെങ്കിൽ ആർക്ക് പറയായിരുന്നു? ഈ അപ്പന് പറയാമായിരുന്നു. പക്ഷേ അപ്പൻ പറഞ്ഞില്ല. അപ്പൻ അങ്ങനെ പറയാണ്ട് ഈ മോനെ അവൻ്റെ ആ തെറ്റെല്ലാം ക്ഷമിച്ചു. അതാണ് നമ്മുടെ പിതാക്കന്മാരുടെ ക്വാളിറ്റി, ഗുണം. അതായത് മക്കൾ തെറ്റ് ചെയ്താലും ആ തെറ്റ് അംഗീകരിക്കാനും അവരുടെ തെറ്റിനെ കറക്റ്റ് ചെയ്ത് അവരുടെ തെറ്റിനെ ശരിയാക്കി, ആ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അവരെ ശരിയാക്കി അവരെ നേർവഴിയിൽ നയിക്കാനുള്ള കഴിവ് ആർക്കുള്ള? മാതാപിതാക്കന്മാർക്കുണ്ട്. അപ്പം അതുകൊണ്ട് അവർ പറയണത് നമ്മൾ അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പം നമ്മൾ കഥ കേട്ടില്ലേ? ഈ കഥ കേട്ടതിൽ ആ ചേട്ടൻ, ആ അനിയന് പറ്റിയ അബദ്ധം എന്താണ്? മാതാപിതാക്കളെ അനുസരിച്ചില്ല. ഓക്കെ, അവൻ്റെ തന്നിഷ്ടപ്രകാരം അവനെല്ലാം ചെയ്തു. മാതാപിതാക്കൾ ചോദിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ദുർനടപ്പിക്കൂടെയൊക്കെ നടന്ന്, തെറ്റായ വഴിക്കൂടെയൊക്കെ നടന്ന് എല്ലാം ചെയ്ത് എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ്
ആ മോന് സുബോധം വന്നത്. അപ്പോൾ കഥ കേൾക്കുന്ന മക്കൾക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ വരാൻ പാടില്ല. മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബൈബിളിൽ ഒരു വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. ആരിലാണ് അനുസരിക്കേണ്ടത്? കർത്താവിൽ അനുസരിക്കണം. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കണം. അവർ പറയുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അനുസരിക്കും. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കഥ. കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത കഥ അടുത്ത ദിവസം. സോ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.